കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് അവിടുത്തെ ഇലക്ഷൻ കഴിയുന്ന ദിവസം ജയിച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇല്ലേ, അവർക്ക് വേണ്ടി വിളിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അതിനുശേഷം ഞാൻ ഏറ്റവും അഭിമാനത്തോടെ, സന്തോഷത്തോടെ, ആദരവോടെ എൻ്റെ അനിയന്മാരുടെയും അനിയത്തിമാരുടെയും ഒക്കെ മുന്നിൽ അവരുടെയൊക്കെ മുഖം നോക്കി പറയാണ് അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ എന്തൊരു സന്തോഷം ഉണ്ടെന്നറിയോ. എന്താണ് ഈ ഉള്ളിൽ നിന്ന് റിലീവായി പോയിരിക്കുന്ന ഒരു ഭാരം എന്നുള്ളതറിയോ. നമ്മുടെ ഈ രാജ്യത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല കാര്യങ്ങൾക്കെതിരെയും പ്രതികരിക്കാൻ പറ്റില്ല, പ്രതികരിക്കുന്ന ശബ്ദങ്ങളെയൊക്കെ അടിച്ചൊതുക്കും എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ജീമാർ ഓടി നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇവിടെ നടക്കില്ല, ഞങ്ങൾ പറയുന്നതേ ഇവിടെ നടക്കൂ എന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്ന കുറേ ആൾക്കാർ. ആ ആൾക്കാരെ ഒന്ന് മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഓരോന്നും കഴിഞ്ഞ 10-12 വർഷമായി കിടന്ന് കഷ്ടപ്പെട്ടിട്ടും റിസൾട്ട് ഉണ്ടാവാതിരുന്ന കാര്യം 35 ദിവസങ്ങൾ കൊണ്ട് ഈ രാജ്യത്തെ യുവാക്കൾ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്താൻ നമുക്ക് പറ്റും. സമാധാനത്തോടെ, ലക്ഷ്യബോധത്തോടെ, ആത്മാർപ്പണത്തോടെ കൃത്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തിയാൽ, നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാവും, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നവർ തെളിയിച്ചിരിക്കുകയാണ്. പാറ്റകളെന്ന് വിളിച്ചു, കൂറകളെന്ന് വിളിച്ചു, ദേശദ്രോഹികളെന്ന് വിളിച്ചു, വെറും ഇൻസെക്ട്സ്, കൂറകൾ എന്ന് വിളിച്ചു. അവർ കേന്ദ്രമന്ത്രിമാരോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്ത് അവരെന്തൊക്കെയാണോ സമരത്തിൽ ആവശ്യങ്ങളായി ഉന്നയിച്ചിരുന്നത് അത് മുഴുവൻ അക്സെപ്റ്റ് ചെയ്ത് കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത്തവണത്തെ BJPയുടെ വിജയത്തിൽ ഒരു കീ പേഴ്സൺ ആയിരുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും കാരണക്കാരനായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച നടത്തുമ്പോഴും 3 ആവശ്യങ്ങളാണ് പ്രധാനമായും CJP മുന്നോട്ട് വെച്ചത്. ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ ഇട്ടിട്ടുള്ള FIRകൾ അത് ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് നേരെ ക്രിമിനൽ വകുപ്പുകളൊന്നും പ്രകാരം കേസ് ഉണ്ടാവാതിരിക്കുക, ഇത്തവണത്തെ നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടുകളെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുക, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക. പക്ഷേ ഇതിൽ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളും നമുക്ക് റെഡിയാക്കാം എന്നൊക്കെ തത്വത്തിൽ അംഗീകരിച്ചിട്ട് ഇനി അങ്ങോട്ടുള്ള എക്സാംസിലെല്ലാം കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാക്കും, അവിടെ ക്രമക്കേടുകൾ വരുത്തുന്നവർക്ക് വലിയ ശിക്ഷയും വലിയ ഫൈനും ഈടാക്കും എന്നൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ സമയത്തും CJPക്കാർ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ മുന്നോട്ട് വെക്കുന്ന കാര്യം, അത് നടപ്പിലാവാതെ സമരം പിൻവലിക്കില്ലെന്ന്. ആ തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന് നടപ്പിലാക്കേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് അവർ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ഇത്ര വാശി പിടിക്കാൻ കാര്യം? ഇനിയുള്ള പരീക്ഷയിലൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ അവർ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഈ പിള്ളേർ അവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നതെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നൊരു കാര്യം ജനാധിപത്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരു ക്രമക്കേടുണ്ടായാൽ, അതിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അധികാരത്തിലിരിക്കുന്നയാൾ കൃത്യമായ മറുപടി പറയാനും ഇനി അങ്ങോട്ടുള്ള മാറ്റങ്ങൾ വരുത്താനും രാജിവെക്കാനും ഒക്കെ ആ അക്കൗണ്ടബിലിറ്റി ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ഒരുപാട് വർഷങ്ങളായി കുറേ ആളുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ സ്വാമിയെ ശരണം അയ്യപ്പ, ജയ് ശ്രീറാം എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് അതിനിവിടെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഇന്ന് ഈ ദിവസം ഈ ഇന്ത്യയിലെ യുവജനത, ഭാവി ഇന്ത്യ മാറിത്തുടങ്ങുകയാണ്. കൃഷ്ണകുമാർജി പറഞ്ഞ് ജമ്മു കാശ്മീരിലെ കല്ലേറുകളെ ഓടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണോ? എന്നിട്ട് എന്തൊരു പറ്റി കൃഷ്ണകുമാർജി പോസ്റ്റ് മാറ്റിയിടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് മുന്നിൽ ഏത് കൊടികുത്തിയ ഭരണാധികാരിയാണെങ്കിലും, ഏത് ആശയത്തിനെ മുൻനിർത്തി നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിലും ജനങ്ങൾക്ക് മുന്നിൽ, യുവാക്കളുടെ മുന്നിൽ ഒരു പരിധിക്കപ്പുറത്തൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ലടോ. ലോക രാജ്യങ്ങൾ വരെ കൂപ്പുകുത്തിയിട്ടുണ്ട്. കൃഷ്ണകുമാർജിയുടെ മകൾക്ക് വരെ മനസ്സിലായി യുവാക്കളുടെ ഒപ്പമാണ്, അവരുടെ ശബ്ദമാണ് നമ്മൾ കേൾക്കേണ്ടതെന്ന്. പുള്ളിക്ക് ഇപ്പോഴും ഇത് മനസ്സിലായിട്ടില്ല. പിന്നെ ഗോപാൽജി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആളുകളൊക്കെ അങ്ങോട്ട് ഇറങ്ങിയുണ്ടല്ലോ, അങ്ങോട്ട് ചെല്ല് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം കേന്ദ്ര സേനകളെ വരെ ഉപയോഗിച്ച് ഇതൊന്നും പോരാഞ്ഞ് പുറത്തുനിന്ന് ആളെ വിളിച്ച് വരുത്തി ഈ പിള്ളേരെ അടിച്ചമർത്താൻ നോക്കിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റിയില്ല. ഞങ്ങളൊന്ന് ആഞ്ഞിറങ്ങിയാൽ ഈ തെരുവിൽ നിന്ന് സമരം ചെയ്യുന്നവർക്ക് പിന്നെ തെരുവുണ്ടാവില്ലെന്നാണ് പറഞ്ഞത്. ആ തെരുവിൽ കിടന്ന് സമരം ചെയ്താടോ അവർ വിജയിച്ചിട്ടുള്ളത്. നേരെയൊവേ തെരുവ് കാണാത്തതുകൊണ്ട് സമരം ചെയ്ത് അങ്ങനെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു മുൻ തലമുറ ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഗോപാൽജിക്ക്. കാരണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നത്തിനെതിരെ ഇവിടുത്തെ യുവാക്കൾ മുഴുവൻ അവരുടെ ഭാവിയെ മുൻനിർത്തി സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമരത്തിനെതിരെ ഇവിടെ സമരം ചെയ്ത ആൾക്കാരാണ് ഇവർ. പണ്ട് മുതലേ ഇങ്ങനെ കേട്ടോ, ഒന്നേ പിന്നീന്ന് കുത്തുക,
അല്ലെ മാപ്പ് പറഞ്ഞിട്ട് മാറി നിൽക്കുക, ഉള്ള സമരം കുട്ടിച്ചോറാക്കാൻ നോക്കുക. പിന്നെ മേജർ ജി, നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് വിസ്മയം മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചെങ്കിലും അതിനകത്ത് പറഞ്ഞു വരുന്നത് ഈ പിള്ളേർക്കൊന്നും ഇന്നത്തെ രാഷ്ട്രീയം അറിയില്ല, ഞങ്ങളുടെ കയ്യിലാണ് ഈ സാധനം ഇരിക്കുന്നത് എന്ന് പറയുന്ന ചിന്തയാണ്. ഇന്നിൻ്റെ രാഷ്ട്രീയം എന്താണ്, ഇന്നത്തെ യുവജനങ്ങളുടെ അവരുടെ ഉള്ളിലെ രാഷ്ട്രീയം, അവരുടെ രാഷ്ട്രീയത്തിന് മനുഷ്യത്വം, സഹജീവി ബോധം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അത് മേജർ ജിക്ക് ചിലപ്പോൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റിയെന്ന് വരില്ല. വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് വന്നിട്ട് ഈ സഹജീവികളോടുള്ള സ്നേഹത്തിലൂന്നിയുള്ള രാഷ്ട്രീയ ബോധത്തെക്കുറിച്ച് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് മേജർ ജിക്കെതിരെ കേസ് കൊടുത്തത്. ഒരുപക്ഷെ ഇതിൻ്റെ ഒന്നും പുറകെ പോയിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം വിസ്മയ മോഹൻലാൽ പ്രതികരിക്കാതിരുന്നത്. വേറെ ഒരുപാട് ജികളുണ്ട്. ആ ജികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജി പേളി ജി ആയിരുന്നു. പേളി ജി പോസ്റ്റ് ഇട്ടത്, മക്കളെ നിങ്ങൾ തിരിച്ച് വീടുകളിലേക്ക് പോകൂ, നിങ്ങളുടെ ആരോഗ്യം ജീവൻ. അവരെ ജയിച്ചു, നേടി, മാനിഫെസ്റ്റേഷൻ പുഴുങ്ങി വീടിൻ്റെ അകത്തിരുന്ന് പോസിറ്റിവിറ്റി തള്ളി. പിന്നെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പിള്ളേർ കാർഡെടുത്ത് മുന്നോട്ട് വെച്ച് ഈ സമരം നടക്കുന്ന വേദിയിലേക്ക് വേറെ ഒരുപാട് അമ്മമാർ വന്നിട്ടുണ്ടായിരുന്നു, കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട്, കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഈ പറയുന്ന എല്ലാ റിസ്ക് എലമെൻറ്റ്സും നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ള അമ്മമാർ. അവർ നിങ്ങൾ മമ്മ ബേറെന്നോ സിംഹിണിയെന്നോ സിംഗപ്പെണ്ണെന്നോ അങ്ങനെ എന്ത് പേര് വേണമെങ്കിലും ഇട്ട് വിളിച്ചോളൂ. പക്ഷെ അവർക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കാണാൻ പറ്റുന്ന ഒരു കണ്ണുണ്ട്, അവരുടെ പെയിൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ട്. ഇച്ചിരി ഇല്ലാത്ത പിള്ളേർക്ക് ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ്, നമുക്ക് വേണ്ടിയാണ് ഈ ചേട്ടന്മാരും ചേച്ചിമാരും സമരം ചെയ്യുന്നത്, നാളെ നീയും നിൻ്റെ അവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തണം എന്നൊക്കെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ച ആ അമ്മമാരില്ലേ. ഞാൻ വീണ്ടും പറയും, നിങ്ങൾ അവരെ സിംഗപ്പെണ്ണെന്നോ മമ്മ ബേറെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. അവരാണ് ചോദിക്കേണ്ടടുത്ത് ചോദ്യം ചോദിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനും പറ്റുന്ന ഒരു യുവതലമുറയെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമരം ചെയ്യുന്നവരെല്ലാം രാജ്യദ്രോഹികളാണ്, അവർക്ക് ഈ രാജ്യത്തിനോടൊരു സ്നേഹവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ മറ്റു പല ഫണ്ടും വാങ്ങിയാണ് ഈ സമരമൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് നടന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവർ കേൾക്കാൻ വേണ്ടി ആ വേദിയിൽ നിന്ന് സമരം വിജയിച്ചു അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നറിഞ്ഞപ്പോൾ ആ വിദ്യാർത്ഥികൾ മുഴുവൻ വിളിച്ചത് ഭാരത് മാതാ കി ജയ് എന്നാണ്, വന്ദേ മാതരം എന്നാണ്, ജയ് ഹിന്ദ്, ജയ് ഭീം എന്നാണ്, ഇൻകുലാബ് സിന്ദാബാദ് എന്നാണ്. അവർ ആരെയും കുറുവടി കാണിച്ചോ കൊടുവാൾ കാണിച്ചോ ഭീഷണിപ്പെടുത്തിയല്ല ജയ് ഹിന്ദ് എന്ന് പറയിപ്പിച്ചത്, ഭാരത് മാതാ കി ജയ് എന്ന് വിളിപ്പിച്ച്. അങ്ങനെ വിളിപ്പിച്ചുണ്ടാക്കേണ്ടതല്ലടോ രാജ്യസ്നേഹം. 2014 ഉദിച്ചുയർന്നു വന്നൊരു സാധനമല്ല ഇന്ത്യ. ഈ രാജ്യം എവിടെയുണ്ട്, ഈ രാജ്യത്തോട് കൂറുള്ളവരെവിടെയുണ്ട്, അവരെല്ലാ കാലത്തും ഇവിടെയുണ്ട്. ഞങ്ങളുടെ കയ്യിൽ മാത്രമാണ് രാജ്യസ്നേഹം പുഴുങ്ങി വെച്ചിരിക്കുന്നതെന്ന് പറയുന്ന ചിന്താഗതിയിൽ നിന്നൊന്ന് മാറിയിട്ട് നിങ്ങൾ ആ കുട്ടികളെ നോക്കൂ. അവർ ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി, അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി പോരാടി ജയിച്ചു കഴിയുമ്പോൾ അവർ വിളിക്കുന്ന വന്ദേ മാതരത്തിനൊരു പവറുണ്ട്. ആ പവറിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്നാട്ടിലെ മറ്റു രാഷ്ട്രീയ കക്ഷികളൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും നടത്തിയെടുക്കാൻ പറ്റാത്ത കാര്യം 35 ദിവസം കൊണ്ട് ആ പിള്ളേർ നേടിയെടുത്തത്. അവരുടെ പോരാട്ടത്തിൻ്റെ വീര്യം കൊണ്ടാണ് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ടും വീഡിയോസിലും മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി അർദ്ധരാത്രി സോഷ്യൽ മീഡിയയിൽ ലൈവ് വന്നത്. നമ്മൾ നിയമങ്ങളൊക്കെ മാറ്റും, കടുത്ത ഭേദഗതികൾ കൊണ്ടുവരും എന്നൊക്കെ ഉറപ്പ് നൽകാൻ അവർ തയ്യാറായി. ഈ കുട്ടികളുടെ സമരം ഇല്ലായിരുന്നെങ്കിലോ എല്ലാ തവണത്തെയും പോലെ കുറേ പ്രശ്നങ്ങളുണ്ടായി, കുറേ പേര് ആത്മഹത്യ ചെയ്തു, കഴിഞ്ഞു. അടുത്ത വർഷം ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കൂടുതൽ അഴിമതികളുമായിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. രക്തസാക്ഷികളുടെ എണ്ണം വർദ്ധിച്ചു പോവാണ്. അത് കണ്ട് പോരാളിയായി ഇറങ്ങിയ ഓരോ വിദ്യാർത്ഥിയോടും അത്രമേൽ ബഹുമാനമുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഓർക്കേണ്ട കുറച്ച് പേരുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകാരെക്കുറിച്ച് അഭിജിത്ത് ദീപ്കയാണ് ആദ്യം സംസാരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ അവരാ ആത്മഹത്യ ചെയ്ത രക്തസാക്ഷികളായ 20ഓളം വിദ്യാർത്ഥികളുടെ പേര് ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. അവരോരോരുത്തർക്കും സമർപ്പിക്കുകയാണ് ഈ വിജയമെന്ന്. അതിൻ്റെ കൂടെ സോനം വാങ്ചുക് തൻ്റെ രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ചെയ്തതിന് ശേഷവും തൻ്റെ ജീവനും ആരോഗ്യവും പണയം വെച്ച് സമാധാനത്തിൻ്റെ പാതയിൽ കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തുടങ്ങി വെച്ച സമരം, അങ്ങോട്ടേക്ക് എത്തുന്ന CJPക്കാർ, സോനം വാങ്ചുക് തുടങ്ങി വെച്ച ആ സമരാഗ്നിയിൽ നിന്നാണ് ഈ വിജയം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിനെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. സോനം വാങ്ചുകിന് ഒരു പാർട്ടിയുടെയും പിൻബലമൊന്നുമില്ല. അദ്ദേഹത്തെ പോലെ തന്നെ CJP ഏറ്റെടുത്ത ഈ പ്രൊട്ടസ്റ്റിൽ ഇതിൻ്റെ ഭാഗമാകാനെത്തിയ CJPക്കാർ അല്ലാതെയും ഒക്കെയുള്ള മറ്റു പല പാർട്ടിയിൽപ്പെടുന്ന ഇതൊന്നും പെടാത്ത നിരവധി അനവധി വിദ്യാർത്ഥികളും അവരെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളുമുണ്ട്. ഇവരുടെ എല്ലാവരുടെയും കൂടിയാണ് ഈ വിജയം. ആൻഡ് കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ വൈകിയാണെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ ശക്തമായി ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് വന്നു. ഞാൻ ഈ ഒരു സമര വിജയത്തിൻ്റെ വാർത്തകൾ വരുന്ന സമയത്ത് നാഷണൽ മീഡിയ ഒക്കെ ഒന്ന് കയറി ഇറങ്ങി നോക്കിയിട്ട് അവരിതൊന്നും അറിഞ്ഞിട്ടില്ല. ജന്തർ മന്ദറിൽ ഇത്രയും ആളുകളുള്ളത് അവർക്കറിയില്ല. അവർ കേന്ദ്രമന്ത്രി എന്ത് പറയുന്നു, പിന്നെ നമ്മുടെ CJPക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റിന് പോയിട്ടുള്ള വിദ്യാർത്ഥികൾ അക്രമങ്ങൾ കാണിച്ചതിൻ്റെ ഇത്രയും ഫോട്ടോസും വീഡിയോസും അവരിങ്ങനെ കണ്ടിന്യൂസ്ലി
കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, കാണിച്ചൊക്കെ തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമരം വിജയിക്കുന്നതിനെക്കുറിച്ചോ ഈ സമരത്തിൻ്റെ ഭാഗമായി അവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ന്യായമായ ആവശ്യങ്ങളെക്കുറിച്ചോ നാഷണൽ മീഡിയയ്ക്ക് അറിയില്ല. വെറുതെ അല്ലേ അവരെയൊക്കെ ഗോഡി മീഡിയ എന്ന് വിളിക്കുന്നത്. ആൻഡ് സോഷ്യൽ മീഡിയയിൽ ഇതൊരു വലിയ ആവേശമായി കത്തിപ്പടരാൻ കാരണമായിട്ടുള്ള ഓരോ ഇൻഫ്ലുവൻസേഴ്സ് പല രീതിയിലാണ്, വളരെ ക്രിയേറ്റീവായിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് പല രീതിയിലാണ് ആളുകളിലേക്ക് ഈ സമരത്തെക്കുറിച്ച്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളെക്കുറിച്ച്, ഇവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് പല ആളുകളായിട്ട് എത്തിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കരുത്ത് പകർന്നിട്ടുള്ള മലയാളിയായിട്ടുള്ള ഒരു സെലിബ്രിറ്റിയുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദാറ്റ്സ് രഞ്ജിനി ഹരിദാസ്. രഞ്ജിനി ഹരിദാസിനെ കൂടാതെ ഒരുപാട് ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിരുന്ന, ഞാൻ നസ്രിയയുടെ പേജ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ പേജുകളുണ്ടായിരുന്നു. എല്ലാവരും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സും ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമരവേദിയിൽ ചെന്ന് ഞാനിവിടെ എത്തി, ഇതിൻ്റെ ഭാഗമായി ഞാനിവിടെ ഉണ്ടാകും എന്ന് രഞ്ജിനി ഹരിദാസ് ഉറക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം, ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി അവിടെ എത്തിയതിനു ശേഷം പിന്നീടുണ്ടായ ഈ സമരത്തിന് മലയാളികളുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു സപ്പോർട്ടുണ്ട്. ചില ആൾക്കാർ വീടിൻ്റെ അകത്ത് കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് സാരമില്ല മക്കളെ ഇങ്ങ് പോര് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് എക്കത്തിനും പണി കിട്ടും, ഞങ്ങളെല്ലാത്തിനെയും പൂട്ടി കെട്ടിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ സമരം ചെയ്യും മക്കളെ, ഞാനുണ്ട് കൂടെ, നമ്മൾ ഉണ്ടാവണം ഇവർക്കൊപ്പം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് രഞ്ജിനി നടത്തിയ ആ പോരാട്ടം, അതിനോടൊപ്പം ചേർന്നിട്ടുള്ള മറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ ചേർന്ന് ഈ സമരത്തിന് കൊടുത്തൊരു സപ്പോർട്ടുണ്ട്. രഞ്ജിനി മാത്രമല്ല വേറെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും രഞ്ജിനിയുടെ പേരെടുത്ത് പറയുന്നതിൻ്റെ ഒരു കാരണം, ഇതിനു മുമ്പും അവരെ രാജ്യദ്രോഹിയാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സമരവേദിയിൽ വന്നാൽ ഞാനൊരു രാജ്യദ്രോഹിയായി മാറും, എന്നെ അതിൻ്റെ പേരിൽ ആളുകൾ ക്രൂശിക്കും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ എത്തിയെന്ന്. അത്രയും തൻ്റെ കരിയറിൽ റിസ്ക് എടുത്തിട്ടാണ് അവരവിടെ അങ്ങോട്ടേക്ക് ചെന്നിട്ടുള്ളത്. എന്നിട്ട് അവർക്ക് കിട്ടിയൊരു സ്വീകാര്യത ഒരു പക്ഷേ രഞ്ജിനി ഹരിദാസ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയും വലിയൊരു സപ്പോർട്ട് അവർക്ക് കിട്ടുമെന്നും അവരിലൂടെ ഈ പ്രൊട്ടസ്റ്റിന് കിട്ടുമെന്നും. അതുപോലെ രാജ്യദ്രോഹി പട്ടം പേടിച്ചിട്ടും കേന്ദ്ര ഏജൻസികളെ പേടിച്ചിട്ടൊക്കെ കുറേ ആൾക്കാർ ഇവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. ആൻഡ് രഞ്ജിനിയെ പോലെയുള്ള ആളുകൾ കൂടി ഈ സമരത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് ഒരു കാര്യം പറയാനുള്ളത്. ഇത് ജെൻസിയുടെ വിജയം എന്ന് പറഞ്ഞ് ഒരുപാട് മീഡിയ ആഘോഷിക്കുന്നുണ്ട്. തീർച്ചയായും ജെൻസി പിള്ളേർ, അവർക്കൊന്നും രാഷ്ട്രീയ ബോധമില്ല, സംഘടനാ ബോധമില്ല എന്നൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്നവർക്കുള്ളൊരു വലിയ ഉത്തരമാണിത്. പക്ഷേ ഈ സമരം ജെൻസിയുടെ മാത്രമായിരുന്നില്ല. അവർക്കൊപ്പം നിന്ന അവരുടെ പേരൻസ്, അവരുടെ ബ്രദർ, സിസ്റ്റർ, ജെൻ ആൽഫ, വസന്തങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ വരെ, ആ ജനറേഷനെ മാത്രമാട്ടെ ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ആറ്റിറ്റ്യൂഡിനെ കളിയാക്കിയതല്ല, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ, ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരുമിച്ചുള്ള ചെറുത്തുനിൽപ്പിൻ്റെ വിജയമാണിത്. അവിടെ മുന്നിൽ നിന്ന് നയിച്ചത് നമ്മുടെ പിള്ളേരാണ്. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. അതിൻ്റെ ആത്മാവായിട്ട് മാറുന്നത് ഇവിടുത്തെ യുവാക്കളും. ആൻഡ് ഈ സമരം ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ ഈ NDAക്കെതിരെയായിരുന്നു, BJPക്കെതിരെയായിരുന്നു എന്ന് മാത്രം വിചാരിക്കുന്ന ആളുകളുണ്ട്. ഈ സമരം ഇന്നത്തെ ജനതയെക്കുറിച്ച് ചിന്തിക്കാതെ പോയ മുൻ തലമുറയിലെ ഓരോ ആളുകൾക്കും എതിരെയായിരുന്നു. വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ പോയ ഓരോ ഭരണാധികാരിക്കും കൊച്ചു പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴേ മറ്റേ കോക്കാച്ചി വരും, കാക്ക കൊത്തിക്കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വളർത്തിയെടുത്തിട്ടുള്ള മുതിർന്ന ആളുകളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പ്രായമായി കഴിഞ്ഞാലും കോക്കാച്ചി വരുമെന്ന് പറഞ്ഞാൽ പിള്ളേർ പേടിക്കുമെന്നാണ്. അതങ്ങനെയല്ല എന്ന് പിള്ളേർ തന്നെ തെളിയിച്ചു. ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കി വിജയം നേടിയ ഈ സമരം ഇനി അങ്ങോട്ടും ഇതിൻ്റെ തുടർ നടപടികളൊക്കെ ഉണ്ട്. തീർച്ചയായും ചൊവ്വാഴ്ചയോടുകൂടി രേഖാമൂലമായിട്ട് ഈ സമരത്തിൻ്റെ ഭാഗമായി CJP മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളത് രേഖാമൂലം ചൊവ്വാഴ്ച അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മാസത്തിന് ശേഷം ഒരു മീറ്റിംഗ് കൂടി ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ശക്തമായ നിയമനിർമ്മാണവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. അതിൽ നീക്കുപോക്കുകൾ ഇല്ലാതെ വരുമ്പോൾ ചിലപ്പോൾ സമരം തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ജീവിതത്തിന് നീതി ഉറപ്പാക്കിക്കൊണ്ട് ഈ സമരം അവസാനിക്കുമ്പോൾ, ജന്തർ മന്ദിറിൽ ഒത്തുകൂടിയ ഓരോ ആൾക്കാരും സന്തോഷത്തോടെ തിരിച്ചു വീടുകളിലേക്ക് മടങ്ങുമ്പോൾ, ഡൽഹിയിലേക്ക് എത്താൻ പറ്റില്ലെങ്കിലും സ്വന്തം നാട്ടിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച ആളുകൾ സന്തോഷിക്കുമ്പോൾ, ഇവരെ എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്വന്തം വീടുകളിൽ അടക്കമിരുന്ന് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ സമാധാനമുണ്ടാകുമ്പോൾ, തെറ്റായ നടപടിക്രമങ്ങളിലൂടെ, കൃത്യതയില്ലാത്ത രീതികളിലൂടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയി ജീവിതം അവസാനിപ്പിച്ച ഓരോ കുട്ടിയുടെയും വീട്ടിൽ അവരുടെ നഷ്ടത്തെ മറികടക്കാനുള്ള ഒരു ധൈര്യം എത്തിച്ചേരട്ടെ, അതിനുള്ള കരുത്ത് അവർക്കുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ആൻഡ് എല്ലാത്തിനും മുകളിൽ ഒരു വലിയ നന്ദിയാണ് പറയാനുള്ളത്. സമരവേദിയിലാണെങ്കിലും വെർച്വലി സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ടാണെങ്കിലും ഈ ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട്, നമ്മുടെ നാട്ടിലെ യുവജനങ്ങളുടെ ശബ്ദം കൂടുതൽ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഭാഗമായി ചേർന്നിട്ടുള്ള ഓരോ ആളുകളോടും ഇത്രയും വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം കുറിച്ച ഈ ദിവസത്തിന് വേണ്ടി താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.